ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മാമ്പഴക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്ക്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഒരു ചട്ടിക്ക് നമ്മൾ മാമ്പഴ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റവ് കത്തിച്ചേക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്നും എല്ലാതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിരുന്ന് വേവട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിരകിയത്. പിന്നെ ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാമ്പഴമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ആഡ് ചെയ്ത് കൊടുത്ത് ശർക്കരയും നല്ല പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചേക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരയ്ക്കുമ്പോൾ. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചെടുത്ത ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ എല്ലാതും. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ കടുക് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പൊട്ടി വരുമ്പോൾ ഒന്ന് ഉലുവയും പിന്നെ വേപ്പിലയും വറ്റൽമുളകുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെ നമ്മുടെ കറിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.